Hi all, welcome to IE Plus. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് കേറ്റഡ് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ഇംഗ്ലീഷ് പെഡഗോജി. ഇംഗ്ലീഷ് പെഡഗോജിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പൊതുവെ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഇത്തരം എക്സാംസിന് ഇംഗ്ലീഷ് പെഡഗോജി ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ എന്താണ് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയല്ല. നമ്മൾ കൃത്യമായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെഡഗോജിക്ക് അപ്രോച്ച് എങ്ങനെയാകണം എന്നുള്ള ലോജിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. ഇത് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാൻ കഴിഞ്ഞു എന്ന് കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. A child does not write a paragraph on her own even after brainstorming the topic. However, she is able to write it under adult or peer guidance. This guidance is called. അപ്പോൾ നോക്കിയ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ടൊരു പാരഗ്രാഫ് ഐഡിയാസ് എല്ലാം ബ്രെയിൻസ്റ്റോം ചെയ്ത് കൊടുത്തിട്ട് പോലും എന്താണ് കൃത്യമായിട്ട് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ടീച്ചറിൻ്റെയോ അല്ലെങ്കിൽ ഒരു അഡൽട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു പിയർ ഗൈഡൻസിലോ ഒക്കെ ആകുമ്പോഴത്തേക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം ഗൈഡൻസിന് പറയുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. സ്കഫോൾഡിങ്, പിയർ ടീച്ചിങ്, പിയർ കൗൺസിലിംഗ്, ടീം ടീച്ചിങ്. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഐഡിയ വരുന്നുണ്ട്. എന്താണ് കൈത്താങ് എന്നുള്ള ഐഡിയ വൈഗോട്സ്കിയുടേതാണ്. എന്താണ് സ്കഫോൾഡിങ്? അതായത് എവിടെയാണോ സഹായം ആവശ്യം ആ അവസരത്തിൽ ആ ഒരു സഹായം പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള സ്റ്റേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാം, പതിയെ ആ കൈത്താങ് പിൻവലിക്കുക എന്നുള്ള ആ ഒരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് മോർ നോളജബിൾ ആയിട്ടുള്ള അതേഴ്സിൻ്റെ സഹായത്തോടു കൂടി അഡൽട്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, ഈവൻ പിയേഴ്സ് ആവട്ടെ, മോർ നോളജബിൾ ആയിട്ടുള്ള മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന തരം ഗൈഡിങ് എന്താണ്, ആ ഒരു ഗൈഡൻസ് എന്താണത്? അത് സ്കഫോൾഡിംഗ് ആണ്. പിയർ ടീച്ചിങ് അല്ല, പിയർ കൗൺസിലിംഗ് അല്ല, ടീം ടീച്ചിങ്ങും അല്ല. എന്താണത്? സ്കഫോൾഡിംഗ് ആണ്. അടുത്ത ചോദ്യം. ഡാഷ് ഇസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് എ ചൈൽഡ് ഹാസ് ടു യൂസ് ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ് ഇൻ്റലിജൻസ് ഓർ റീസണിങ്. അപ്പോൾ നോക്കിക്കേ, ചില സമയത്ത് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ഇംഗ്ലീഷ് പെഡഗോജിയിൽ വരാറുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഒരു വെർബൽ ലേണിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ലാംഗ്വേജും ഒക്കെ ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യും. എന്നാലും എന്താണ് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ മേഖലയിൽ നിന്ന് വരാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ എന്താണ് ഹയർ ഓർഡർ ആയിട്ടുള്ള സ്കിൽസ്, ഇപ്പം ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു തരം ലേണിങ്ങിനെ പറയുന്ന പേര് എന്താണ്? നമുക്ക് ലോവർ ഓർഡർ മെൻ്റൽ പ്രോസസ്സുകളുണ്ട് അല്ലേ? റിമെമ്പർ ചെയ്യുക, റീകാൾ ചെയ്യുക എന്നൊക്കെയുള്ള വളരെ ലോ ഓർഡറാണ്. ഹയർ ഓർഡർ ആകുമ്പോഴത്തേക്കും ഇൻ്റലിജൻസ് ഉപയോഗിക്കണം, റീസണിങ് ഉപയോഗിക്കണം. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള ലേണിംഗ് ആണ്? വെർബൽ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, മോട്ടോർ സ്കിൽ ലേണിംഗ്, സ്ട്രക്ചർ ലേണിംഗ്. അപ്പോൾ ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ് ഉപയോഗിക്കുന്നത് എവിടെയാണത്? കോൺസെപ്റ്റ് ലേണിങ്ങിലാണ്. ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. യു ആസ് എ ടീച്ചർ അപ്രീഷിയേറ്റ് എ ചൈൽഡ് ഫോർ ഹെർ ഓവറോൾ ലാംഗ്വേജ് യൂസ് ദോ സം ഓഫ് ദ വേർഡ്സ് ആർ മിസ്പെൽഡ് ബൈ ഹർ. യു ആർ ഹിയർ യൂസിങ് ഡാഷ് അപ്രോച്ച് ഇൻ യുവർ ക്ലാസ്. അപ്പം നോക്കി ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ഓവറോൾ ലാംഗ്വേജ് യൂസേജ്, മൊത്തത്തിലുള്ള ലാംഗ്വേജ് യൂസേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഈവൻ ദോ അവിടെ എന്താ പ്രശ്നം? ചില വാക്കുകളൊക്കെ മിസ്പെൽഡ് ചെയ്യുന്നു, ചിലയിടത്ത് എന്താണ് ആ സ്പെൽ ചെയ്യുന്ന കറക്റ്റ് ആവുന്നില്ല. എന്നിരുന്നാൽ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ആ ഒരു അറ്റംപ്റ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. യു ആർ ഹിയർ യൂസിങ് ഡാഷ് അപ്രോച്ച് ഇൻ യുവർ ക്ലാസ്. ഇവിടെ നമ്മൾ എന്ത് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്? വേൾഡ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേറ്റീവ്, കൺസ്ട്രക്റ്റീവ്, സ്ട്രക്ചറൽ. അപ്പോൾ നോക്കിക്കേ, നമുക്കിപ്പോൾ ലാംഗ്വേജ് യൂസേജിൽ നല്ല രീതിയിൽ ആ ഒരു പ്രൊഫഷൻസി നേടണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി റൂൾസും എഴുതി കൈവച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിൽ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? മിസ്റ്റേക്സ് വരും, മിസ്പെൽഡ് ചെയ്യാം, ഇതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും എന്താണ് മിസ്പ്രൊണൗൺസിയേഷൻസ് ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കണമെങ്കിലും എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് വരിക? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വരിക. ഇവിടെ യൂസ് ചെയ്യുന്ന അപ്രോച്ച് ഏതാണ്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ്. അടുത്ത ചോദ്യം. യു ആർ എ ഹിന്ദി സ്പീക്കിംഗ് ടീച്ചർ ബട്ട് യു ഗെറ്റ് പോസ്റ്റഡ് ഇൻ എ പ്രൈമറി സ്കൂൾ വിച്ച് ഈസ് ഇൻ ദ ഏരിയ ഓഫ് പഞ്ചാബ്. സിൻസ് യു ഡു നോട്ട് നോ ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ ഏരിയ യു ഷുഡ്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്, ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് തന്നിട്ടും ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ആക്ട് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് എന്താണ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്നുള്ള കൺസെപ്റ്റും കൂടെ പെഡഗോജിക്കൽ അപ്രോച്ചും ടീച്ചിങ് ആപ്റ്റ്യൂഡും ഒക്കെ എന്താണ് കടന്ന് വരുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ചോദിക്കാറുമുണ്ട്.
അപ്പോൾ നോക്കി ഹിന്ദി സ്പീക്കിംഗ് ടീച്ചറാണ്. പക്ഷേ എവിടെയാണ് പോസ്റ്റ് കിട്ടിയത്? പഞ്ചാബിൻ്റെ ഏരിയയിലാണ് പോസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ ഭാഷ ഏതാണ്? പഞ്ചാബിയാണ്. സിൻസ് യു ഡു നോട്ട് നോ ദ ലോക്കൽ ലാംഗ്വേജ്, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാത്ത സ്ഥിതിക്ക്, അറിയാത്ത ഒരു ടീച്ചറാണ്, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. Immediately apply for the transfer to Hindi speaking area. Use the child's language as a resource and start teaching. Communicate in English. Motivate the community to learn Hindi. Immediate ആയിട്ട് എന്ത് ചെയ്യുക? എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ വേണം, ഹിന്ദി സംസാരിക്കുന്ന എങ്ങോട്ടേലും ട്രാൻസ്ഫർ ചെയ്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ? അല്ല. തന്നെ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് പഞ്ചാബി അറിയത്തില്ല, എന്നാൽ നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ശരിയാകില്ല. തന്നെ എന്താണ്? മോട്ടിവേറ്റ് ദ കമ്മ്യൂണിറ്റി ടു ലേൺ ഹിന്ദി. ആ ഒരു കമ്മ്യൂണിറ്റിയോട് ഹിന്ദി പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഭാഷ നിങ്ങൾ പഠിച്ചോ, അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇത് മൂന്നും എന്തായാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ നമുക്കിവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? യൂസ് എ ചൈൽഡ്സ് ലാംഗ്വേജ് ആസ് എ റിസോഴ്സ് ആൻഡ് സ്റ്റാർട്ട് ടീച്ചിങ്. കുട്ടിയുടെ ലാംഗ്വേജ് അതിനെ ഒരു റിസോഴ്സാക്കി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? പഠിപ്പിച്ച് തുടങ്ങുക. അല്ലേ? ആ ഒരു ലോക്കൽ ലാംഗ്വേജ് അതിനെ ഒരു റിസോഴ്സാക്കി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? പഠിപ്പിച്ച് തുടങ്ങുക. അതായത് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഐഡിയ ലോക്കൽ ലാംഗ്വേജിലും കൺവേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ ഒരു ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ ഇതുപോലുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് പക്കാ ഉത്തരം എന്നുള്ള കാര്യം അവിടെ കാണണമെന്നില്ല. അപ്പോൾ അവിടെ ഏറ്റവും ആപ്റ്റ് ചെയ്ത് എന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡാഷ് കോംപ്രിഹെൻഷൻ ഇസ് എ സ്കിൽ ഓഫ് റീഡിങ് എ പീസ് ഓഫ് ടെക്സ്റ്റ് ക്ലോസ്ലി ഓർ ഇൻറ്റൻസ്ലി ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്ട്രാക്ടിങ് സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം ദ ടെക്സ്റ്റ്. അപ്പം നോക്കിക്കേ, ഒരു പീസ് ഓഫ് ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ അത് ഇവിടെ വായിക്കുന്നതിൻ്റെ ഒരു സ്കില്ലിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഒരു തരം റീഡിങ് സ്കില്ലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? പീസ് ഓഫ് ടെക്സ്റ്റിനെ നമ്മളത് ക്ലോസ് ആയിട്ട് വായിക്കുന്നു. അതിൽ മീനിങ്ങിൻ്റെ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക? ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്തൊരു മീനിങ് ആണ്? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മീനിങ് എക്സ്ട്രാക്ട് ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ്? ഗ്ലോബൽ, ലോക്കൽ, ഡിഫറൻഷ്യൽ, ഇവാലുവേറ്റീവ്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഈ ഒരു സ്കില്ല് നമ്മൾ പറയുന്ന പേരെന്താണ്? ലോക്കൽ കോംപ്രിഹെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് എത്ര സ്കോർ നേടാൻ കഴിഞ്ഞു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്